1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. അപകടത്തിലൂടെ നഷ്ടമായ ചലനശേഷി വീണ്ടെടുക്കാൻ ഇനി റോബോട്ടുകൾ സഹായിക്കും. പാലക്കാട് ആനക്കരയിൽ ലോകോത്തര റോബോട്ടിക് പുനരധിവാസ ആശുപത്രി ജി ലൈഫ് ഹെൽത്ത് കെയറിന്റെ നിർമ്മാണം ആരംഭിച്ചു. ആശുപത്രിയുടെ ശിലാസ്ഥാപനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. തൃത്താല ആനക്കരയ്ക്കടുത്ത് മലമക്കാവിൽ 15 ഏക്കർ സ്ഥലത്താണ് അത്യാധുനിക റോബോട്ടിക് പുനരധിവാസ ആശുപത്രി നിർമ്മിക്കുന്നത്. ജെൻ റോബോട്ടിക്സ് സഹസ്ഥാപകൻ വിമൽ ഗോവിന്ദും കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സംരംഭകനായ TK ഗോപാലനും ചേർന്നാണ് ജി ലൈഫ് എന്ന ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷാഘാതം, നട്ടലിന് ക്ഷതമേറ്റവർ, അപകടങ്ങൾ മൂലം ചലനശേഷി നഷ്ടപ്പെട്ടവർ, സെറിബ്രൽ പാൾസി, പാർക്കിൻസൺസ് തുടങ്ങിയ അവസ്ഥകളിലുള്ളവർക്ക് ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ ചലനശേഷി വീണ്ടെടുക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് ജി ലൈഫ് ഹെൽത്ത് കെയർ സഹസ്ഥാപകൻ TK ഗോപാലൻ പറഞ്ഞു. ഒരു 3 times ഫാസ്റ്റർ ആയിരിക്കുന്നത് റിക്കവറി. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ഒരു ഹോസ്പിറ്റലൈസ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സെൻ്ററാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ വൈദഗ്ധ്യവും അത്യാധുനിക റോബോട്ടിക് സാങ്കേതിക വിദ്യയും കൃത്യമായ ചികിത്സാ പദ്ധതികളും ഒത്തുചേരുന്നതിലൂടെ രോഗികൾക്ക് മികച്ച പുരോഗതി ഉറപ്പാക്കാൻ ആശുപത്രിക്ക് സാധിക്കുമെന്ന് ജി ലൈഫ് ഹെൽത്ത് കെയർ സഹസ്ഥാപകനും ജെൻ റോബോട്ടിക്സ് സിഇഒമായ വിമൽ ഗോവിന്ദ് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ അഡ്വാൻസ് ടെക്നോളജി അലോപ്പതിയിൽ നിന്നുള്ള ആൾറെഡി ഉള്ള പ്രെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസസ് വെച്ചിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ എങ്ങനെ ആർക്കും വേണമെങ്കിലും വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അത് നമ്മുടെ പല കാരണങ്ങൾ അതിനുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളെ തിരിച്ച് റിക്കവർ ചെയ്ത് അവരുടെ ഡെയിലി ലൈഫിലേക്ക് എത്തിപ്പിക്കുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനും അത് വളരെ ബെറ്റർ ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും പറ്റുന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം. മന്ത്രി MP രാജേഷ് ആശുപത്രിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ടീച്ചർ അധ്യക്ഷയായി. ജെൻ റോബോട്ടിക്സ് ഡയറക്ടർ ജസ്റ്റിസ് പിറ്റ്സോ, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.